എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചായക്കടകളിലൊക്കെ കിട്ടുന്ന ഒരുപാട് ലെയറുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മടക്ക് സാധനം എങ്ങനെയാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരുപാട് ലെയറുകളുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള മടക്ക് സാധനമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 മില്ലിയുടെ ഒരു കപ്പാണ് 1 കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് കപ്പാണോ ഉള്ളത് അതെടുത്താൽ മതി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. മഞ്ഞൾപ്പൊടിയോ കളറോ ചേർക്കാം, പക്ഷേ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേ പരുവത്തിൽ ആണ് നമ്മൾ കുഴക്കേണ്ടത്. ഇനി ഇത് 30 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ മടക്ക് തയ്യാറാക്കുന്ന മറ്റൊരു രീതിയിലാണ്. സാധാരണ ഇത് ഒറ്റയ്ക്ക് ഒരുമിച്ച് പരത്തിയിട്ടാണ് മടക്കിയിട്ടെടുക്കുക. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് 5 ഉരുളകളാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് കുറച്ച് അരിപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോറോ ഒന്ന് വിതറി കൊടുക്കുക. അതിനുശേഷം വളരെ കനം കുറച്ച് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഓരോ ഉരുളകളും എടുത്തിട്ട് നന്നായിട്ട് വളരെ കനം കുറച്ച് പരത്തുക. നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുകയെന്നുണ്ടെങ്കിൽ വളരെ കനം കുറച്ച് കിട്ടില്ല. അതുപോലെ തന്നെ ഇതൊന്നുകൂടെ ഈസിയുമാണ്. ഒരുപാട് ലെയറുകളും കിട്ടും നമ്മൾ ഈ ചെയ്യുന്ന രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ 5 ഉരുളകളും ഇതുപോലെ വളരെ തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്, ഇതേ ഒരു ഷേപ്പിൽ. ഇനി നമുക്ക് ഓരോ റൊട്ടി പോലത്തെ എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കാം. നെയ്യോ ഓയിലോ നിങ്ങൾക്ക് തടവാവുന്നതാണ്. ഞാനിവിടെ നെയ്യാണ് തടവിയിട്ടുള്ളത്. ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും കുറച്ച് അരിപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോറോ നിങ്ങൾക്ക് എടുക്കാം. മൈദ ചേർക്കണ്ട, പക്ഷേ കോൺഫ്ലോറും അരിപ്പൊടിയോ ഏതാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടിത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. വീണ്ടും കുറച്ച് ഓയിലോ നെയ്യോ തടവുക. അതിനുശേഷം മുകളിൽ കുറച്ച് കോൺഫ്ലോറോ അരിപ്പൊടിയോ ഇട്ട് കൊടുക്കുക. രണ്ടും കൂടെ വേണ്ട, ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ലെയറുകളും ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ലെയറുകൾ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മറ്റേ രീതിയിൽ ഒരുമിച്ച് പരത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പരത്തണം. അതിനേക്കാട്ടിൽ ഒന്നുകൂടെ പെർഫെക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ 5 ലെയറും ഇതുപോലെ നന്നായിട്ട് പരത്തി ഓരോ ലെയറിലും എണ്ണ തടവിയതിന് ശേഷം 5ാമത്തെ ലെയറിൽ നമ്മൾ എണ്ണയും തടവി കുറച്ച് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അവസാനത്തെ ഭാഗം ഒട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അറ്റത്തെ സൈഡ് വരെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അവസാനം നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഒട്ടും തന്നെ വേസ്റ്റേജ് ഇല്ലാതെ നമുക്ക് പരത്താൻ പറ്റും എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മളൊരു 13 മടക്സാനാണ് 1 കപ്പിൻ്റെ അളവിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ ചെറുതുമല്ല, ഒരുപാട് വലുതുമല്ല, മീഡിയം സൈസിലുള്ള ഒരു മടക്സാനാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ അവസാനം വരുന്നത് നമുക്ക് പരത്തിയെടുക്കാം. അത് നന്നായിട്ട് തന്നെ വരും. അപ്പോൾ അത് മാറ്റി വെക്കാം. ബാക്കിയെല്ലാം നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്നുള്ളത്. അവസാനം കുറച്ച് വിട്ടു പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ പരത്തുമ്പോഴത്തേക്ക് അത് ഒട്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് ലെയറുകളുള്ള ഒരു മടക്ക് സാധനമായിരിക്കും ഇത്. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് പരത്തിയെടുക്കുന്നത് നോക്കാം. ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്കിനി അത് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഓരോന്നായിട്ട് എടുക്കുക. അതിനുശേഷം നമ്മുടെ വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തി റോളർ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. 2 സൈഡിലേക്കും ഒന്ന് പരത്താം. അപ്പം ആ മടക്ക് സാൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇതിപ്പോൾ വളരെ തിന്നായിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറുകയും കൂടെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. മുറുക്കി നമ്മൾ പ്രസ് ചെയ്താലൊന്നും കുഴപ്പമില്ല. നമ്മൾ ഒരുപാട് ലെയറാക്കി എണ്ണയും പൊടിയൊക്കെ ഇട്ടിരിക്കുന്ന കാരണം നമ്മൾ മുറുക്കി പ്രസ് ചെയ്താലും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് കാണാം ഒരുപാട് ലെയേഴ്സ് ഇതിൽ സൈഡിൽ 2ലും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ പരത്തിയിട്ട് നമുക്കൊരു പ്ലേറ്റിലോ കട്ടിംഗ് ബോർഡിലേക്കോ മാറ്റാം. അപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് വലുതാകും. അതുപോലെ എല്ലാം ഒന്ന് പരത്തിയെടുക്കാം.
നമ്മൾ ഒരുപാട് ടൈപ്പിലുള്ള ചായക്കട പലഹാരങ്ങളുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അൽബൂരി, അതുപോലെ വെട്ട് കേക്ക്, പഴംപൊരി, സുഗിയൻ, കുറേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടു നോക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ റേപ്പ് സീഡ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് ചെറിയൊരു കഷ്ണം ഇട്ട് നമുക്കൊന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. ഒരുപാടങ്ങ് ഹൈ ഫ്ലെയിമിലല്ല, ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലാണ് എണ്ണ വെക്കേണ്ടത്. അതുപോലെ ചെറിയ തീയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുക. ഇനി നമുക്ക് 2 എണ്ണം വീതം ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എണ്ണയിലോട്ടിടുമ്പോൾ തന്നെ അതിൻ്റെ ലെയേഴ്സായിട്ട് വന്ന് വരും, നിങ്ങൾക്ക് കാണാം. നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുമൊന്നും വേണ്ട. ലെയർ വരാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡൊന്നും വിട്ടു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നല്ലതായിട്ട് തന്നെ ഇത് ലെയറായിട്ട് കിട്ടും. ചെറുതായിട്ട് സ്പൂൺ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലെയറൊക്കെ തന്നെ വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഉരുളകളാക്കി പരത്തിയെടുത്തതുകൊണ്ട് വളരെ തിന്നായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള മടക്ക് സാധനം നമുക്ക് കിട്ടും. ഒരുപാട് കട്ടി വരില്ല. നമ്മളല്ലാതെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് കട്ടിയായിരിക്കും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് തിന്നായിട്ട് കിട്ടും. അപ്പോൾ തിരിച്ചു മറിച്ചു വിട്ട് ചെറുതീയിലിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചൊന്ന് ഫ്രൈ ചെയ്യണം, കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വേവില്ല. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് തണുത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തീ കുറച്ചിട്ട് സമയമെടുത്ത് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. അങ്ങനെ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗണിലാണ് വന്നിട്ടുള്ളത്. ആ ഒരു ചെറിയൊരു മഞ്ഞപ്പൊടിയുടെ കളറും ഉണ്ട്. അപ്പം ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മഞ്ഞ കളറിലിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കളർ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര സിറപ്പ് തയ്യാറാക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ലായനിയാക്കി എടുക്കാം. 1 കപ്പ് ഞാൻ തികച്ചെടുത്തിട്ടില്ല. 1 കപ്പിൻ്റെ ആവശ്യം ശരിക്കില്ല, 3/4 കപ്പോളം മതി. അതിലേക്ക് അത്രയും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എത്രയാണോ പഞ്ചസാര എടുത്തത് അത്രയും തന്നെ വെള്ളം ഒഴിക്കാം. ഇനി ഇത് ചെറുതീയിലിട്ട് നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കണം. പഞ്ചസാര പാനിയാക്കുമ്പോൾ 1 നൂൽ പരുവാകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ 1 നൂലായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മടക്ക് സാനിലേക്ക് ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ തണുത്തു പോകും. അപ്പോൾ 1 നൂലാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പഞ്ചസാര സിറപ്പിൻ്റെ ചൂട് പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ മടക്ക് അതിലേക്ക് ഇടണം. എങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര സിറപ്പ് ഏകദേശം 1 നൂൽ പരുവമായിട്ടുണ്ട്. എന്നാൽ ഒരുപാടങ്ങ് 1 നൂലാകണ്ട, 1 നൂല് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാവുന്ന ആ പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ 2 വിരൽ വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ നൂല് പോലെ വരണം. അപ്പോൾ നമ്മുടെ പഞ്ചസാര സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മടക്ക് സാധനം ഒരു പ്ലേറ്റിലൊന്ന് നിരത്തിയിട്ട് നമുക്ക് കുറച്ചെടുത്ത് ഒന്ന് ട്രിസിൽ ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ചായക്കടകളിലൊക്കെ കിട്ടുന്ന മടക്ക് സാധനം അവിടെ ഇവിടെയാണ് മധുരം ഇരിക്കുന്നത് കാണാറുള്ളത്. അപ്പോൾ അതുപോലെയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് നിങ്ങൾക്ക് മടക്ക് പഞ്ചസാര സിറപ്പിൽ ഡിപ്പ് ചെയ്തും എടുക്കാവുന്നതാണ്. ഞാൻ 2 രീതിയിലും ഇവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. തിരിച്ചു മറിച്ചു വിട്ട് അവിടെ ഇവിടെ ആയിട്ട് സിറപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. സിറപ്പ് നമ്മൾ ചൂടോടുകൂടി തന്നെയാണ് ഒഴിക്കേണ്ടത്. കാരണം ഇത് ചൂടാറി കഴിഞ്ഞാൽ ഇതൊന്നുകൂടെ ഒന്ന് കട്ടിയാകും സിറപ്പ്. അതിന് മുൻപായിട്ട് ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ തിരിച്ചു മറിച്ചും സൈഡിലും ഒക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള സിറപ്പിലേക്ക് നമ്മൾ ബാക്കി മടക്കൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ മടക്ക് നന്നായിട്ട് തണുത്താണ്, പഞ്ചസാര ലായനി ചെറിയ ചൂടിലാണുള്ളത്. അപ്പോൾ അത് ഡിപ്പ് ചെയ്തിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് കോരി മാറ്റാം. അതുപോലെ പഞ്ചസാര ഡിപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴാണ് അത് കട്ടിയായിട്ട് കിട്ടുക. കുറച്ചുകൂടി ഇരിക്കുമ്പോഴാണ് അത് ഹാർഡായിട്ട് വരുന്നത്. അപ്പോൾ എടുക്കുന്ന പടി തന്നെ എടുത്താൽ അത് ക്രിസ്പി ആയിട്ട് തോന്നില്ല. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പാലപ്പുഴ സൈഡിലോട്ടൊക്കെ ഇതിന് മടക്ക് സാൻ എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ സൈഡിൽ ഏതാണെന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം പേര് പറയുമ്പോൾ ഏതാണ് ജില്ല എന്ന് കൂടി പറയുക. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്ത ചായക്കട പലഹാരങ്ങളായ വെട്ട് കേക്ക് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളതും മൈദ വെച്ചിട്ടുള്ളതും. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്